തിരുവനന്തപുരത്ത് ലഹരി മാഫിയ സംഘങ്ങൾക്കായി പോലീസിന്റെ വ്യാപക റെയ്ഡ്. ലഹരി മാഫിയ സംഘങ്ങൾ തമ്പടിക്കുന്നു എന്ന് സംശയിക്കുന്നിടങ്ങളിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദീന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുന്നത്. വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ശ്യാമാർ ബാബു ചേരുന്നുണ്ട്. ശ്യാമ്, പ്രധാനമായും ഏതൊക്കെ മേഖലകളിലാണ് പോലീസിന്റെ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്? റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തുക ചെയ്തിട്ടുണ്ടോ? ഈ റെയ്ഡ് ആരംഭിച്ചത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി മാത്രം ഏതാണ്ട് 200-ലധികം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുടെ വീടുകളിൽ പോലീസ് ഒരേ സമയത്ത് റെയ്ഡ് നടത്തുകയുണ്ടായി. ഇതിന്റെ എല്ലാം ഫലം എന്തൊക്കെ കണ്ടെത്തി എന്നതിനെ സംബന്ധിച്ച് 12 മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ലഹരി മാഫിയകൾ തമ്പടിക്കുന്നുവെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയിക്കപ്പെടുന്ന വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനോടകം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വ്യാപകമായ റെയ്ഡ് തുടരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു റെയ്ഡ് നടത്തുന്നത്. ആന്റി നാർക്കോട്ടിക്കും അതുപോലെ തന്നെ ഷാഡോ ടീമും പോലീസിന്റെ ഷാഡോ ടീമും ഈ ഒരു റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യാപകമായ റെയ്ഡ് പോലീസ് നടത്തി വരികയാണ്. ഏതായാലും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ 360 പേരുടെ പട്ടിക, ക്രിമിനൽ പശ്ചാത്തലമുള്ള 360 പേരുടെ പട്ടിക തിരുവനന്തപുരം സിറ്റി പോലീസ് തയ്യാറാക്കിയിരുന്നു. ഇവരുടെ വീടുകളിലെല്ലാം തന്നെ രാത്രി സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ചേർന്ന് റെയ്ഡ് നടത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, ലഹരി മാഫിയ സംഘങ്ങൾക്കായി തിരുവനന്തപുരത്ത് പോലീസിന്റെ വ്യാപക റെയ്ഡ് നടക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് റെയ്ഡ് ആരംഭിച്ചത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. വാഹനങ്ങളിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. വിവരങ്ങളാണ് ശ്യാമാർ ബാബു നൽകിയത്.